ബാലു, ചുറ്റും നോക്കണ്ട, ഞാൻ ഇവിടെ ഉണ്ട്. പക്ഷെ എവിടെ? എനിക്ക് കാണാൻ കഴിയുന്നില്ല. അതാണ് റോസി. മറ്റുള്ളവർക്ക് എന്നെ കാണണമെങ്കിൽ ഞാൻ വിചാരിക്കണം. വിചാരിക്കട്ടെ. ഈശോയെ, ഇഡ്ഡലി ഇഡ്ഡലി കഴിച്ചിട്ട് കാലത്രേ. അല്ല, നിങ്ങൾക്ക് ഈ ആഹാരമൊക്കെ കഴിക്കാം. കഴിക്കാം എന്നല്ല, കഴിക്കണം. ആത്മാവിന് വിശക്കില്ലേ? സൂപ്പർ. ഇപ്പൊ വന്നേ ഉള്ളൂ. എന്താ ഫീമെയിലിന്റെ പേര്? റോസി. നല്ല ചന്തമുള്ള പേര്. പിന്നെ സാറെല്ലാം എന്നോട് പറഞ്ഞു. പേടിക്കണ്ട, ഞാൻ ആരോടും പറയത്തില്ല. ഇവിടെ എന്തു വേണമെങ്കിലും ആവാം. ഞാൻ ഭയങ്കര കോപ്പറേറ്റീവാ. തനിക്കെന്ത് പറ്റി? ഒന്നുമില്ല സാർ, എന്റെ 6th സെൻസ് തോന്നിയതായിരിക്കും. എങ്ങോട്ടാ? അല്ല സാർ, കിച്ചണിലേക്കുള്ള റോഡ് എവിടെയാണ്? റോഡോ? അല്ല, ഡോറ്. താങ്ക് യു സാർ, താങ്ക് യു. താനെന്തെങ്കിലും പണി ഒപ്പിച്ച? ഒരു ചെറിയ വരട്ട്. എന്തിനാ റോസി വെറുതെ ആ പാവത്തിന്? അത് പിന്നെ എനിക്കിഷ്ടമല്ല. ഇവിടെ നമ്മൾ മാത്രം മതി. ഇപ്പൊ എന്ത് ശബ്ദം കേട്ടാലും ഞെട്ടുക. യെസ്, കമൻ. കാടവിട മക്കളെ, നാടവിട മക്കളെ, കാട്ടുപൂഞ്ചോലയുടെ കുളിരവിട മക്കളെ. വയനാട്ടിലെ വനവാസം കഴിഞ്ഞ് നേരെ മൂന്നാർ തേക്കടി പീരിമേട് റാഞ്ചി ചെന്ന് കുറെ പക്ഷിമൃഗാദികളുടെ ഫോട്ടോസ് എടുത്ത് കറങ്ങി ഞാൻ ഓഫീസിൽ എത്തിയപ്പോൾ അറിയുന്ന നീ ഇവിടെയാണ്. എങ്കിൽ പിന്നെ കുറച്ച് ദിവസം ഇവിടെ താമസിച്ച് ഇവിടുത്തെ നേച്ചർ ഒന്ന് സ്റ്റഡി ചെയ്യാന്ന് കരുതി. എന്തൊരു ബ്യൂട്ടിഫുൾ പ്ലേസ്. ഏതാ ഈ ബ്യൂട്ടിഫുൾ ഫേസ്? റോസി എന്റെ ഫ്രണ്ടാ. സത്യം പറ, എവിടെ ഒപ്പിച്ചു? കുട്ടികൃഷ്ണൻ എന്റെ സ്റ്റാഫ് ഫോട്ടോഗ്രാഫറാ. ഹലോ. ഹലോ. ഈ ഫോറസ്റ്റ് എന്ന് വെച്ചാ എന്റെ വീക്ക്നെസ്സാ. വേറെയും വീക്ക്നെസ് ഉണ്ട്. ഈ ബേർഡ്സിന്റെയും ആനിമൽസിന്റെ ഫോട്ടോസ് എടുക്കലേ എന്റെ ഹോബി. കൂടാതെ കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നും എൻവയോൺമെന്റൽ സയൻസിൽ ഡോക്ടറേറ്റ് എടുത്താ കൊള്ളാം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. ബാല്യേ, ഇപ്പൊ ഒരു വെയിറ്റ് ആയില്ലേ? ഇനി ഒന്ന് എന്റെ കാര്യം കൂടി പറ. എന്റെ ഈ വിലയേറിയ ജീവൻ വരെ ഫ്രീ ആയിട്ട് വേണേ കൊടുക്കാം. അത് കൊടുക്കേണ്ടി വരില്ല, അവൾ എടുത്തോളൂ. തമാശകളാ. ഒന്ന് റെക്കമെൻഡ് ചെയ്യും. ഒന്ന് റെക്കമെൻഡ് ചെയ്യാൻ. അതിനിത്ര രഹസ്യം പറയാനെന്താ? ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യം കുട്ടികൃഷ്ണൻ എന്തെങ്കിലും കഴിക്കേ. കേട്ടില്ലേ? ഇത് ഓക്കെയാ? കട്ടപ്പുക. നല്ല വിശപ്പ്. വടയിൽ തുടങ്ങാം. കുട്ടി കഴിച്ചോ? കഴിച്ചു. നീയോ? ഞാൻ കഴിച്ചേ. ഇഡ്ഡലിയും വടയുമാണ് കോമ്പിനേഷൻ. പക്ഷെ എനിക്ക് വടയാണ് ഇഷ്ടം. എന്താ എന്താ? തവള. തവള പോലൊരു സാധനം. ചിലപ്പോ തോന്നിയതായിരിക്കും. പുട്ടായിരിക്കാം അല്ലേ? നല്ല ചൂട് പുട്ടിരിക്കുമ്പോഴേ ചുമ്മാ വടയെ കയറി പിടിച്ചു. നിങ്ങൾ ഇതൊക്കെ തന്നെയാണോ കഴിച്ചത്? അതെ. അയ്യേ, ഫോറസ്റ്റ് വീക്ക്നെസ് ആയ കുട്ടികൃഷ്ണന് ഒരു എലി ഇത്രയ്ക്ക് പേടിയാണോ? അത് പിന്നെ പെട്ടെന്ന് കണ്ട ആരായാലും പേടിക്കും. എനിക്ക് പഴമാണ് ഇഷ്ടം. പഴം കഴിക്കാം. ഈ നേന്ത്രപ്പഴം ഇങ്ങനെ പച്ചന കഴിക്കരുത്. അത് പുഴുങ്ങി സ്ലൈസ് ചെയ്ത് പഞ്ചസാര നെയ്യും ചേർത്ത്. ഗുഡ് മോർണിംഗ് എവരിബഡി. ഹൗ ആർ യു? ഇക്കൊല്ലം കൂടിയല്ലേ ഉള്ളൂ. ശരിക്കും ചെത്താൻ കണക്കാക്കിയാണല്ലോ പുറപ്പാട്. എക്സ്ക്യൂസ് മീ സർ, ഫസ്റ്റ് ഡിഗ്രി ക്ലാസ്സുകൾ എപ്പോഴാണ് തുടങ്ങുന്നത്? മനസ്സിലായി, ജൂലൈ 5. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ്. ഓക്കെ. പ്രിയ സഹപാഠികളെ, ഈ കലാലയത്തിന്റെ രോമാഞ്ചങ്ങളെ, കാതലന്മാരെ, കാലടികളെ, നവാഗതർക്ക് സ്വാഗതമരുളുന്ന ഈ വേളയിൽ ഒരു ദുഃഖസത്യം ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ.
ഇന്നലെ വരെ നമ്മോടൊപ്പം കളിച്ചും ചിരിച്ചും നടന്നിരുന്ന നമ്മുടെ ഒരു പ്രിയ സ്നേഹിതൻ ഇപ്പോൾ മരണത്തോട് മല്ലടിച്ച് ജനറൽ ആശുപത്രിയിലെ ജനശൂന്യമായ ജനറൽ വാർഡിലെ 16 നമ്പർ ബെഡിൽ വിശ്രമിക്കുകയാണ്. അല്ലല്ല, കിടക്കുകയാണ്. അതാര്? നിന്റെ വാപ്പ കുഞ്ഞിപ്പോക്കറി ഇത്തിരി സെന്റിമെന്റ്സ് വർക്കൗട്ട് ചെയ്ത് 2 പെഗടിക്കാനുള്ള 4 കാശുമാക്കാൻ നോക്കണം കോക്കാനെ. പ്രിയ സഹോദരങ്ങളെ, ആശുപത്രി കിടക്കയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ പ്രിയ സഹോദരന്റെ വിലപ്പെട്ട ജീവൻ നമ്മളൊക്കെ കൂടി രക്ഷിച്ചല്ലേ പറ്റൂ. ഇതിലെന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് പോയി. നല്ല പോളിംഗ് ആണല്ലോ. പോളിങ്ങിനെ പറ്റി സംസാരിക്കാൻ അല്ല, ശേഷിയില്ലാത്ത സുപ്രു ശേഷി കൂട്ടാൻ 50 രൂപ വരോ? അത് വേണ്ട. ലോക ബാങ്കിനോട് കുറെ കാശ് കടം ചോദിച്ചിട്ടുണ്ട്. അത് കിട്ടുമ്പോ തരാം. എന്താടാ കളിയാക്കാതെ, ഒരു അത്യാവശ്യത്തിനാടാ. നിനക്കീടായിട്ട് അത്യാവശ്യം കുറെ കൂടുന്നുണ്ട്. നിങ്ങൾ തിരക്കാൻ നിൽക്കില്ല, കാശിട്ട് പോടാ. ചില്ലറ ഇല്ലല്ലോ ചേട്ടാ. ചില്ലറ വാങ്ങാൻ ഞങ്ങൾ എന്താ തെണ്ടി കാണോടാ? തെണ്ടി കാശിട്ട് പോടാ. നോട്ടാണേലും ഈ ഹോട്ടലിലൂടെ അങ്ങ് വീണോളും. ഇട്ടിട്ട് പോടാ. 50 ആണോ അതോ 100 ആണോ? ഇനിയിപ്പൊ ഗാന്ധിത്തലയാണെങ്കിലും ഞങ്ങൾ മാറ്റിത്തരാം. എന്നാ ഇനി ചേട്ടൻ ചെല്ലേ. പോ. അല്ല ചേട്ടാ, ബാക്കി കാശ്. ബാക്കി കാശ് ആരുടെ ബാക്കി കാശ്? ബാക്കിലും ഇല്ല, ഫ്രണ്ടിലും ഇല്ല കാശ്. പോടാ. ട്രാൻസ്പോർട്ട് ബസ്സിലോ ട്രിപ്പ് പോയാൽ പോടാ കാശ്. വീട്ടിലിരുന്നാലും ഭിക്ഷക്കാരുടെ ശല്യം, കോളേജിൽ വന്നാലും ഭിക്ഷക്കാരുടെ ശല്യം. എന്താ പറഞ്ഞേ? പറഞ്ഞപ്പോഴെന്താ കാത് പൊത്തിയിരുന്നോ? അതിന് കളിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ, ഒരു വാളിന്റെ കുറവല്ലേ. കണ്ടോ, എല്ലാരും അതെ. ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ തിരിച്ചു പറയുന്ന പാവം ശോഭനയാ. അതിനവൾ ഐ ലവ് യു നല്ലല്ലോ പറഞ്ഞത്. ആരും കണ്ടില്ല കേട്ടില്ല. വായില്ലാത്ത വെട്ടുകത്തിയാണ് അവളുടെ നാവെന്ന് നിനക്ക് പണ്ടേ അറിഞ്ഞൂടെ? അവ കൊള്ളനെ വെച്ചിട്ടുണ്ട്. മൂക്കോണ്ട് ദീക്ഷ വരപ്പിക്കും അവള് തന്നെ. നിന്റെ ഈ ടെൻഷൻ മാറാൻ നമുക്ക് ഒരു സ്മോൾ അടിച്ച് പിരിയാം. 100 ഒരു പച്ച കിടപ്പില്ലേ പോക്കറ്റിൽ, അതിങ്ങെടുക്ക്. അയ്യോ, പൈസ പോയി. പൈസ നീ എത്തോടാ? ഞാനോ? ഞാൻ അനാവശ്യം പറയരുത്. കാശടിച്ച് മാറ്റിയിട്ട് എനിക്കിട്ട് പണിയുന്ന സത്യം. തെണ്ട മാത്രം പഠിച്ചാ പോരാ, തൊണ്ടി സൂക്ഷിക്കാനും പഠിക്കണം. ഇനി തെരഞ്ഞു ബുദ്ധിമുട്ടണ്ട. കാശോടെ പോയെന്ന് എനിക്കറിയാം. എവിടെ? സുപ്രു എങ്ങോട്ടാ പോയത്? ഇതങ്ങനെ എല്ലായിടത്തും കിട്ടുന്നതല്ല. മാത്രമല്ല കുടക്കിനാക്കളിൽ തുടിച്ചുണർന്നുവാ മിഴിക്കുടങ്ങളിൽ